നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മതരാഷ്ട്രവാദത്തെയും മുസ്ലിം വർഗീയതയെയും എതിർക്കുന്നുവെന്ന് പൊതുവേദികളിൽ ശക്തമായി പറയുന്ന LDFും UDFും തെരഞ്ഞെടുപ്പ് സമയത്ത് അതേ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് പലർക്കും സംശയമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയാതെ വയ്യ. ഇതാരെ പറ്റിക്കാൻ? ഭൂരിപക്ഷ വർഗീയതയെ പോലെ ന്യൂനപക്ഷ വർഗീയതയെയും ശക്തമായി വിമർശിക്കുമെന്ന് പറയുന്ന LDF. പക്ഷേ ചോദ്യം ഇതാണ്, വോട്ട് വരുമ്പോൾ ആ കടുപ്പം എവിടെയാകും മറിയുന്നത്? SDPAയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ അറയ്ക്കുന്നത് എന്തിന്? ഒരു പടി കൂടി കടന്ന് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും താരതമ്യം ചെയ്യുന്നത് അനുപാതരഹിതമെന്ന് MA ബേബി പറയുമ്പോൾ ഫലത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിനായി വർഗീയ സംഘടനകളെ പുൽകുകയല്ലേ LDF? SDPAയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ആർജവം കാട്ടുന്ന VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് തിരിച്ചെടുക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ന്യൂനപക്ഷ വർഗീയതയുടെ കാറ്റ് ഇടത്തേക്കും വലത്തേക്കും ഒരുപോലെ. തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFന്, അതേസമയം SDPAയുടെ രഹസ്യമായ പിന്തുണ LDFന്. എന്നാൽ SDPAയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ LDF നേതാക്കൾ മടികാട്ടുകയാണ്. മുഖ്യമന്ത്രിയും SDPAയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതേസമയം SDPA വോട്ട് വേണ്ടെന്ന് VD സതീശൻ ആവർത്തിച്ചു പറയുകയാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയുവാൻ UDF തയ്യാറായിട്ടില്ല. മാത്രമല്ല, അവരുമായിട്ട് തന്ത്രപരമായ സഹകരണത്തിലുമാണ് UDF. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. മുസ്ലിം വർഗീയതയുടെ കാറ്റ് ഒരേ സമയം LDFിലും UDFിലും പ്രകടമാവുകയാണോ? MA ബേബി ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ വിശദീകരണം നൽകുകയുണ്ടായി. എന്താണ് SDPAയോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള CPMന്റെ നിലപാട്? ഇക്കാര്യത്തെക്കുറിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകൾ ആദ്യം കേൾക്കാം. അങ്ങനെ അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രയോജനം അവിടെ ചില പാർട്ടികൾക്കോ മുന്നണികൾക്കോ കിട്ടിയെന്നും വരും. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നം വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുക. വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഒരു ഘടക പാർട്ടിയെ പോലെയാണ് എന്ന് VD സതീശൻ പറയുക. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം ഒരിക്കലും ഉയർത്തിയിട്ടില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുക. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി RSS ഹിന്ദുരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായാൽ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന മൗദൂദിയുടെ കാഴ്ചപ്പാട് ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്ന കൂട്ടർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS ഉയർത്തുന്ന ഭീഷണി അതിന് തുല്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്നത് എന്ന് അനുവാദരഹിതമായി ഞങ്ങൾ പറയില്ല. ഇവരെ എത്ര മതരാഷ്ട്രവാദം ഉന്നയിച്ചാലും അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്, അത് ഭർഷിക്കപ്പെടേണ്ടതാണ്. അതേസമയം ഇതിനെ സമീകരിക്കുക, RSS ചെയ്യുന്നു അതുപോലെ തന്നെ അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്ന് പറയുന്നത് ഒരു അനുവാദരഹിതമായ കുറ്റാരോപണമാണ്. അവരെ വിമർശിക്കേണ്ടതാണ്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരു നാണയത്തിന് രണ്ട് വശം അങ്ങനെ ചിത്രീകരിക്കുന്നില്ലേ? അവരുടെ വാദഗതികൾ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ആഘാതം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും RSS ഉണ്ടാക്കുന്നത് പോലെയുള്ള ആഘാതം ഉണ്ടാക്കാൻ ഇവർക്ക് ശേഷിയില്ല. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചില മണ്ഡലങ്ങളിലെങ്കിലും LDFന് കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നില്ല LDF. അല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ സമീപനം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ വിമർശിക്കും, തുറന്നു കാട്ടും. അത് അനുവാദരഹിതമായി ചെയ്യില്ല. RSS ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീഷണി എന്ന് പറയുന്ന RSS ആണ്. ആ RSSനെ നേരിടാനെന്ന വിധം വെൽഫെയർ പാർട്ടി ഉണ്ടാവുമ്പോൾ വെൽഫെയർ പാർട്ടി ഫലത്തിൽ RSSന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നു. ആ അർത്ഥത്തിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്നു. വെൽഫെയർ പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ധാരണയുണ്ടാക്കാനും CPIMും LDFും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം വെൽഫെയർ പാർട്ടി ഏതെങ്കിലും മണ്ഡലത്തിൽ അവരവരുടേതായ കാരണങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പിടിച്ച് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന വെൽഫെയർ പാർട്ടിയുടെ ആളുകളെ അവർ നിൽക്കുന്ന ക്യൂവിൽ പോയി നിന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും CPIMനോ LDFനോ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു പ്രവർത്തന ശൈലി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അത് വളരെ വിചിത്രമല്ലേ? SDPAയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? ഇതേ സമീപനം തന്നെയാണോ? SDPAയോട് അവരുടെ ഇന്നത്തെ തീവ്രവാദപരമായ അക്രമാസക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച്
ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അവർ മാറണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ നടത്തുന്നു. SDP ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ഫലത്തിൽ RSSൻ്റെ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണമൊരുക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. SDP-യുമായി ഇത്തരം കാരണങ്ങളാൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ധാരണ വരുത്തുന്നതിന് കഴിയില്ല. അതിന് യാതൊരു സാധ്യതയില്ല. പക്ഷേ SDP പിന്തുണ നൽകിയാൽ സ്വീകരിക്കും. അല്ല, അത് സ്വീകരിക്കുക എന്നുള്ള പ്രശ്നമില്ലല്ലോ. SDP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് റദ്ദാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. അല്ല, പക്ഷേ SDP-യുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പോലെ ആയിരിക്കില്ല. വെൽഫെയർ പാർട്ടി UDF-ന്റെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ SDP അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി അവർ താല്പര്യപ്പെടുന്നത് LDF-നെയാണ്. അവരുടെ പല നേതാക്കളും അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. LDF ആണ് സംഘപരിവാറിനെ നേരിടാൻ കേരളത്തിൽ ശരിയായ ചോയ്സ് എന്നുള്ളതാണ് SDP-യുടെ നിലപാട്. അപ്പോൾ SDP-യുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അവർ സ്വാഭാവിക ഒരു ഉപാധികളും ഇല്ലാതെ തരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? എങ്ങനെയാണ്? അല്ല, അത് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ല എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. SDP-ഐ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും UDF-ഉം ഒക്കെ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അവർക്ക് ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ താല്പര്യമില്ല, ഔത്സുക്യമില്ല എന്ന് അവർ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലപാടുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനപ്പുറം SDP-യുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്താനോ ആ ചർച്ചയിലൂടെ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കാനോ CPIM-ഓ LDF-ഓ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് MA ബേബിയുടെ പ്രതികരണം. മുസ്ലിം വർഗീയ സംഘടനകളുമായി ഏത് തരത്തിലുള്ള നീക്കുപോക്കാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് MA ബേബി പറഞ്ഞത്. SDP-യുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവുമില്ല, പക്ഷേ അവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായിട്ടും UDF കൈകോർക്കുന്നുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും അവിടെ BJP അതിശക്തമായ മണ്ഡലം, അവിടെ UDF ദുർബലമാണെങ്കിൽ അടുത്ത മതേതര പാർട്ടി ഏതാണോ അവർക്ക് വോട്ട് ചെയ്യാൻ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് LDF ആണ്. വളരെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF-നും കിട്ടും. അതും വേണ്ടെന്ന് പറയുവാൻ തയ്യാറല്ല LDF. ഇന്ന് VD സതീശനും ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. സതീശിന്റെ വാക്കുകൾ. അവസരവാദല്ലേ? അല്ല, നിങ്ങൾക്ക് അറിയില്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളത് നിരസിച്ച് പത്രപ്രസ്താവന കൊടുത്ത മുന്നണിയല്ലേ? നിങ്ങളതൊന്നും പറയില്ല. നിങ്ങൾക്ക് അതിനൊന്നുള്ള താല്പര്യമില്ല. നിങ്ങൾക്ക് UDF-ന്റെ പുറകെ മൈക്രോസ്കോപ്പിക്കൽ നിങ്ങൾ ആരെങ്കിലും ഈ PDP പിന്തുണ കൊടുത്ത ഒരു വിവാദമാക്കിയ നിങ്ങൾക്കൊരു കാര്യം, ഏതെങ്കിലും മുഖ്യമന്ത്രി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? SDP-ഐ പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയെ കൊണ്ടൊരു മറുപടി പറയിപ്പിക്കും. മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആവല്ലേ എന്ന് പറയാം. ഇതാണ് VD സതീശിന്റെ വാക്കുകൾ. ശ്രീ ഡോക്ടർ G ഗോപകുമാർ, ഇവിടെ ആരുടെ നിലപാടിനോടൊപ്പം നിൽക്കേണ്ടി വരും? ഇവിടെ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് എന്തായാലും LDF പറയുന്നില്ല. പക്ഷേ VD സതീശൻ അത് നേരത്തെ പറഞ്ഞതാണ്. അത് അദ്ദേഹം ആവർത്തിക്കുകയാണ്, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അവിടെ വെൽഫെയർ പാർട്ടി ബന്ധം UDF-നെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. വിമർശനം അങ്ങോട്ട് ഉന്നയിക്കാമല്ലോ. അപ്പോൾ മുസ്ലിം വർഗീയതയെ രണ്ട് മുന്നണികളും ഒരേപോലെയാണോ പുൽകുന്നത്, അതോ ഇക്കാര്യത്തിൽ LDF ആണോ മുന്നിൽ? വർഗീയതയെ പുൽകുന്നത് രണ്ട് മുന്നണികളുടെയും തമ്മിലുള്ള വ്യത്യാസം ആവേശികമാണ്, റിലേറ്റീവാണ്. തിരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന വർഗീയതയിൽ ഇവരാരും മോശമല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ എന്ത് തന്ത്രവും കുതന്ത്രവും ഉപയോഗിക്കും. വോട്ടാണ് മുഖ്യം. ആ വോട്ടിന് വേണ്ടിയുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. അത് പ്രാദേശിക തലത്തിൽ, സൂക്ഷ്മതലത്തിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണിങ്ങനെ ഒരിടവും ഇല്ലാതെ വഴുതിയുള്ള അഭിപ്രായം പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് കമ്മ്യൂണൽ പാർട്ടിയാണ്. അതേപോലെയല്ല ബാക്കി പാർട്ടികളെക്കുറിച്ച് പറയാൻ. SDP-യുടെ കാര്യത്തിലായാലും വെൽഫെയർ പാർട്ടി ആയാലും ഒക്കെ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി തീവ്ര സ്വഭാവമുണ്ട്. മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ സെറ്റിൽഡ് ചെയ്ത ഒരു മോഡറേറ്റ് ആയുള്ള ഒരു കമ്മ്യൂണിറ്റേറിയൻ പാർട്ടിയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടും മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായി UDF അതിൻ്റെ ഗെയിനർ തന്നെയാണ്. പിന്നെ അവശേഷിക്കുന്നതിൽ 3 പാർട്ടികളാണല്ലോ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഈ ചർച്ചയിൽ വന്നതും. അതിൽ PDP-യുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ? അത് MA ബേബി പറഞ്ഞു.
അല്ല, എം എ ബേബി PDP വർഗീയ പാർട്ടി അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സതീശൻ അതെടുത്ത് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ എന്താ അത് വിവാദമാക്കാത്തതെന്ന് ചോദിക്കുന്നുള്ളൂ. അത് CPM-ന്റെ എല്ലാ നേതാക്കളും അങ്ങനെയാണ് പറയുന്നത്. PDP LDF-നാണ് പിന്തുണ നൽകുന്നത്. പക്ഷേ PDP വർഗീയ പാർട്ടി അല്ല. ഇതാണ് ഇങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് LDF ചെയ്യുന്നത്. ഞാനായി പറയുന്നത് ഈ വർഗീയമാണോ ഇല്ലെന്ന് ഇവർ പ്രഖ്യാപിച്ച ഉടനെ മതേതരത്വമാവുമോ അതല്ലെങ്കിൽ വർഗീയമാവുമോ, ഇതെങ്ങനെയാണ് ഇതിനകത്ത്? അതാണ് ഞാൻ ആപേക്ഷികമാണെന്ന് പറയുന്നത്. റിലേറ്റീവാണ്. ഒരു വ്യത്യാസം, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണാനുള്ളൂ. ഇവരിലെല്ലാം തന്നെ വർഗീയതയുടെ അംശമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അവിടെയും എം എ ബേബി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും താരതമ്യം ചെയ്യുമ്പോൾ അനുപാതരഹിതമായ ഒരു താരതമ്യമാണ് അത് എന്നാണ്. വെൽഫെയർ പാർട്ടിയെ അംഗീകരിക്കുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല LDF-ഉം CPM-ഉം. പക്ഷേ RSSുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു അനുപാതരഹിതമായ താരതമ്യമാണ്. അവിടെ വെയിറ്റേജ് നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? അത് വളരെ വ്യക്തമല്ലേ? ഇലക്ടറൽ ടേംസിൽ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ RSS പ്രതിദാനം ചെയ്യുന്ന ഒരു ദേശീയതയുണ്ട്. അത് രാജ്യത്തിന് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള ദേശീയതയാണ്. അത് 100 വർഷത്തോളമായി വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ അവരുടെ വോളിയൂമും അവരുടെ ശക്തിയും കഴിവുമെല്ലാം ഒരു വലിയ തരത്തിൽ ദേശീയ തലത്തിൽ ശക്തമാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞ അനുപാതരഹിതമാണെന്ന്. ഡിസ്പ്രൊപ്പോർഷനേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രൽ ക്വാണ്ടിഫിക്കേഷനിൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണ്, യാതൊരു തർക്കവുമില്ല. ഇവിടെ വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് ശാസ്ത്രീയമായി ഇവരുടെ വോട്ട് ഷെയർ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. SDPയുടെയും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് ആ ഒരു ഫാക്ടറുണ്ട്. കാരണം ദേശീയ തലത്തിൽ RSS ആണ് രാജ്യത്തിലെ ഏറ്റവും വലിയ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണെന്ന് ഒരുപാട് പേര് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത് അതിൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അത് BJP അതിൻ്റെ ശക്തിയിൽ നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് വസ്തുത. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വെൽഫെയർ പാർട്ടി ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും വിരലെണ്ണാവുന്ന വളരെ നാമം മാത്രമായി ഇപ്പോൾ നിയമം വേണമെങ്കിൽ പറയാം LDF-ന് പിന്തുണ നൽകുന്നുണ്ട്. അവരുടെ വാർത്താക്കുറിപ്പ് എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലേ, ടാക്ടിക്കലായിട്ടുള്ള അത് BJP ജയിക്കരുത് എന്നുള്ള ഉദ്ദേശം. അതാണ് സൂക്ഷ്മതലത്തിൽ ഈ പറയുന്ന ആശയങ്ങളൊക്കെ മാറി സൗകര്യം പോലെ പിന്തുണയ്ക്കും. ഇപ്പോൾ നിയമവും മഞ്ചേശ്വരവും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാമോ? നിയമത്ത് തീർച്ചയായിട്ടും SDPI എന്തായാലും ഇടതുപക്ഷത്തോടാണ്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഇതേ നിലപാട് സംഘടനകളുടെയും വോട്ട് LDF-നാണ്. അത് വളരെ വ്യക്തമായില്ല. അത്രയെങ്കിലും നമുക്ക് ഇതിനകത്ത് ക്ലാരിറ്റി. പക്ഷേ മഞ്ചേശ്വരത്ത് അങ്ങനെ വരില്ലല്ലോ. അവർ പറയുന്നുമില്ല. മഞ്ചേശ്വരത്ത് പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. കാരണം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പക്ഷേ എന്നിട്ട് വോട്ട് എങ്ങനെ മറിക്കുന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു പബ്ലിസിറ്റിയും വേണ്ട, ഒരു TVയും വേണ്ട, ഒരു സോഷ്യൽ മീഡിയയും വേണ്ട. നേരെ യൂട്യൂബിൻ്റെ ആവശ്യമില്ല, വാട്സപ്പിൽ കൂടി അവിടുത്തെ വോട്ടേഴ്സിനെ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ പിൻവലിക്കാൻ അവർക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു. നിർബന്ധിതമായപ്പോൾ പിൻവലിച്ചു. പക്ഷേ എന്നാലും അവിടുത്തെ തീരുമാനം മുസ്ലിം ലീഗിന് അനുകൂലമാണെന്ന് പറയുന്നില്ല ഈ നിമിഷം വരെ. അപ്പോൾ ഇത് തരാതരം പോലെ കളിക്കുന്നു എന്നല്ലാതെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾക്കകത്ത് നിന്ന് ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് എം എ ബേബിയുടെ അഭിപ്രായത്തിലും. മറുവശത്ത് തീർച്ചയായിട്ടും സതീശനും അത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ചില ഭാഗങ്ങളെ പ്രോഗ്രസീവാണെന്നും മറ്റു ചില ഭാഗം പിന്തിരിപ്പനാണ്. അത് പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. പക്ഷേ സതീശൻ അതിൽ ആർജവം കാട്ടുന്നുണ്ട് അല്ലേ? SDPയെ വോട്ട് വേണ്ട എന്ന് വേണ്ട, അത് ആർജവം കാട്ടുന്നു. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബാക്കി ഉള്ള കാര്യത്തിൽ സൈലൻറ്റുമാണ് താനും. ഏത് കാര്യത്തിൽ? പിന്നെ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ വരുമ്പോൾ അത് ഒരിക്കലും അതവരുടെ പരസ്യമായ ഒരു സഖ്യം. അതെന്ന് വെച്ചാൽ സഖ്യം എന്ന് പറയുന്ന ധാരണയാണ്. അത് സതീശൻ നേരത്തെ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്തുണയുണ്ട്. ഇത് കാരണം ഇതിനകത്ത് എന്താ പറയുക, കുറേ മിക്സ്ഡാണ്. വ്യക്തമായിട്ട് ഒരു മോഡറേറ്റ് ലൈനിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലത്തെ ഒരു മൂവ്മെൻറ്റ് ഇവരിലില്ല. എന്നാൽ ചെറിയ ചെറിയ വിഭാഗങ്ങളായി 3-4 ചെറിയ ചെറിയ സബ് മൈനർ പാർട്ടികളായി നിൽക്കുന്നു. ഇത് മുന്നണി രാഷ്ട്രീയത്തിനകത്ത് വിജയം പരാജയം നിൽക്കുന്നത് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കൊച്ചു കക്ഷികളാണെങ്കിലും അവർ തരാതരം മാറുന്നത് വിജയപരാജയങ്ങളെ സ്വാധീനിക്കും. ഇക്കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാണ്. ശ്രീത് പണിക്കർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ CPM-ഉം LDF-ഉം നടത്തിയ വിലയിരുത്തലിൽ ഈ ന്യൂനപക്ഷ വർഗീയതയെ പുൽകി UDF എന്നുള്ള കാര്യം അവർ അടിവരയിട്ട് പറഞ്ഞതാണ്. അതിൽ SDPയുടെ പിന്തുണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും ഒക്കെ വന്നതാണ്. അതേ SDPയെ ഇപ്പോൾ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിപ്പറയുവാൻ തയ്യാറാകുന്നുമില്ല LDF. അപ്പോൾ ഏത് പക്ഷത്തിനാണോ
വോട്ട് ചെയ്യും എന്ന് പറയുന്നത് അവർ തള്ളിപ്പറയില്ല. ഈ LDFന്റെ കാര്യമാണെങ്കിൽ ഒരു സംഘടനയും തള്ളിപ്പറയുന്നില്ല, PDPയെയും തള്ളിപ്പറയുന്നില്ല, SDPയെയും തള്ളിപ്പറയുന്നില്ല വോട്ടിൻ്റെ കാര്യത്തിൽ കേട്ടോ. അവരുടെ നിലപാടിൽ PDPയുടെ നിലപാട് ശരിയെന്ന് പറയുമ്പോൾ SDPയുടെ നിലപാട് തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ തള്ളിപ്പറയുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലും, വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ വോട്ടിൻ്റെ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയെയും തള്ളിപ്പറയുന്നില്ല. അപ്പോൾ LDF അല്ലേ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷ വർഗീയതയെ പുൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്? ആനുപാതികരഹിതമായി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ശ്രീ MA ബേബിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അതെ 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 ഡിസ്പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ആനുപാതികരഹിതമായിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഇവിടെ സമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നോക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് മാത്രം എന്തോ കൊടിയ പാപമാണ് എന്ന രീതിയിലത്തേക്കും, എന്നാൽ ന്യൂനപക്ഷ വർഗീയത എന്നത് അതിനോട് തുലനം ചെയ്യാൻ കഴിയാത്തതാണ് എന്നും ഉള്ള മട്ടിലുള്ള ഒരു പ്രചരണമാണ് ഇവർ നടത്തുന്നത്. സത്യത്തിൽ ഇത്രത്തോളം മലീമസമായിട്ടുള്ള വർഗീയത നിറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വളരെ ഓപ്പണായിട്ട് ഈ രീതിയിലത്തേക്ക് പോകുന്നത് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒന്നുകിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയും SDPയെയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ മതി ഈ 140 മണ്ഡലങ്ങളിലും. അതിന് അവരുടെ UDFന്റെ പിന്തുണയ്ക്ക് ചിലർ പോകുന്നു, LDFന്റെ പിന്തുണയ്ക്ക് ചിലർ പോകുന്നു എന്ന രീതിയിലത്തേക്കാണ് ഇതിപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. അതല്ലാതെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടുകയും LDF അല്ലെങ്കിൽ CPM SDPയുടെ പിന്തുണ നേടുകയും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് തിരിച്ചുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിലാണ് ഈ മത്സരം. ആ വർഗീയത എന്നുള്ള വാക്ക് അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ള വാക്ക് ഇവരൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീ MA ബേബി താങ്കളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വർഗീയത എന്നുള്ള വാക്കും തീവ്രവാദം എന്നുള്ള വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് തീവ്രവാദം? കേരളം പോലെ സമാധാനത്തോടുകൂടി നമ്മൾ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഇനി അതല്ല എങ്കിൽ അതിൻ്റെ പേരന്റൽ ഓർഗനൈസേഷൻ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അത് ഭൂരിപക്ഷ വർഗീയത പറയുന്നതായിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയത പറയുന്നതായിക്കോട്ടെ, നിങ്ങൾ വർഗീയം തീവ്രവാദം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതിന് എന്താ മടി? നിങ്ങൾ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ ഇതെല്ലാം തന്നെ തീവ്രവാദത്തിനെതിരാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏതൊരു പാർട്ടിയും പറയേണ്ടത് തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് തന്നെയാണ്. അത് SDPI ആണെങ്കിലോ എന്ന് അറിയില്ല. ഇതാണ് ഇവരുടെ എല്ലാം വാദം. ഏത് CPM നേതാവിനോട് ചോദിച്ചാലും ഇതാണ് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞ് ആ വോട്ട് റദ്ദാക്കണമെന്നോ അസാധുവാക്കണമെന്നോ പറയാൻ പറ്റില്ലല്ലോ എന്ന് ഈ തൊടുന്യായമാണ് ഇവരെല്ലാം പറയുന്നത്. അല്ല, അത് ശ്രീ MA ബേബി പറയാതെ തന്നെ നമുക്കറിയാം. മൗഢ്യമാണെന്നാണ്, അങ്ങനെ ചെയ്യുന്നത് മൗഢ്യമാണെന്നാണ്. അല്ല, ശ്രീ MA ബേബിയുടെ ആ വിശദീകരണമാണ് സത്യത്തിൽ മൗഢ്യം. കാരണം അത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് ഇന്ന പാർട്ടിക്കാരൻ്റെതാണ്, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സംവിധാനമില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ CPMന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും BJPക്കാരൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇതാണ് കാര്യം. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു തൊടു ന്യായം എന്ന രീതിയിലത്തേക്ക് വെറുതെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക എന്നതിനുള്ള ഒരു ടാക്ടിക് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. സത്യത്തിൽ ഇവർ പറയേണ്ടത് എന്താ? തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട, വർഗീയവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്ന് തന്നെയാണ് എന്നവർ പറയണം. അതിനവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രീ MA ബേബി ആ പദം ഉപയോഗിച്ചത്. അതായത് ഇവിടെ BJP RSS ചെയ്യുന്ന വലിയൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ഉണ്ട്. എന്നാൽ അതുമായി തുലനം ചെയ്യാത്ത ലോ ഡിഗ്രിയിലുള്ള ചെറിയ ഗ്രേഡിൽ മാത്രമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വർഗീയ പ്രവർത്തനങ്ങളാണ് മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുക. അതൊരു സമീകരണം കൊടുക്കാൻ വയ്യേ ശ്രീത് പണിക്കർ? ആ സംഘടനയുടെ വലിപ്പം കൂടി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി താരതമ്യേന ചെറിയൊരു സംഘടനയാണ് രാജ്യത്ത്, അതേസമയം RSS ബൃഹത്തായ ഒരു സംഘടനയാണ്. അത് അദ്ദേഹം ഈ ആനുപാതിക രഹിതം എന്ന് പറയുമ്പോൾ ആ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണോ വേണ്ടയോ? അതിന്റെ ആവശ്യമില്ല. കാരണം ആശയത്തിനാണ് വലിപ്പം, അതല്ലാതെ അതിനുള്ള അംഗങ്ങളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് നിലവിൽ പ്രചരിച്ചിട്ടുണ്ട്, അതിന് ഓപ്പണായിട്ട് എത്ര പേര് സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് എത്രയോ ആൾക്കാരെ പൊക്കിക്കൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. PFIയുടെ കുറേയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നത് താഴെ തട്ടിലൊക്കെ തന്നെ അതിനെ ഏകോപിപ്പിക്കുന്ന നിരവധി ആൾക്കാർ, അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആൾക്കാർ വേറെയുമുണ്ട്. പക്ഷേ അവരൊക്കെ നടത്തിയിരുന്ന മഹാറാലികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ആ ആൾക്കാരൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അവരുടെ PFIയോടുള്ള താല്പര്യം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല.
പക്ഷേ സർഫസിൽ ഒരുപക്ഷെ PFI എന്നുള്ള ബാനറിൽ കാണുന്നില്ല. അതിനർത്ഥം ആ ആശയം ചെറുതായി പോയി എന്നല്ല, മറിച്ച് ആ ആശയം ബൃഹത്ത് തന്നെയാണ്. അപ്പോൾ ആ സംഘടനയുടെ അംഗബലത്തിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാരോ അല്ല ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ ആശയത്തിന്റെ വലിപ്പം. ആ ആശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എത്രത്തോളം മനസ്സുകളെ അത് മലീമസമാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊരു യൂണിറ്റിനോടും ഞങ്ങൾക്കൊരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സമയത്ത് ഇവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് കിട്ടാവുന്ന പാർട്ടികളെല്ലാം തന്നെ പെട്ടെന്ന് പുണ്യവാളന്മാരായി മാറുകയും മറ്റുള്ള ആൾക്കാരെല്ലാം വില്ലൻസ് ആവുകയും ചെയ്യും. ഇത് പല സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരൊറ്റ നിലപാടെടുക്കണം. ഞങ്ങൾക്ക് ഈ ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ, ഈ ഒരു സംഘടന ഇങ്ങനെയാണ്, അവർക്ക് എല്ലായിടത്തും ഞങ്ങൾ പിന്തുണ കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇവർ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുണ്ട്, അവരേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ എതിർക്കുന്നു, അല്ലെങ്കിൽ അവർ വർഗീയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നൊരു നിലപാടുണ്ടെങ്കിൽ, തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും ഇത് തന്നെയല്ലേ പറയേണ്ടത്. അതല്ലാതെ ന്യായീകരിക്കുന്നതിന്, സ്ട്രെയിറ്റ് ആൻസർ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടിരിക്കുന്ന ആനുപാതിക രഹിതം എന്ന് പറയുന്നത്. എന്താണ് ആനുപാതിക രഹിതം? നമ്മുടെ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെല്ലാവരും ഒരേ തട്ടിൽ തന്നെയാണ്. വർഗീയമായിട്ടുള്ള ആശയങ്ങൾ, ആൾക്കാരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആശയങ്ങൾ പറയുക, മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് ചില നടപടികൾ നടത്തുക, ഇതെല്ലാം ഒരേ തരത്തിലുള്ള സംഘടനകളാണ്. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ വിഭജിക്കുക, വിഘടിപ്പിക്കുക എന്നുള്ള അജണ്ട ഇവർക്കെല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അത് വലിയ അന്തസ്സുള്ള പ്രസ്ഥാനമായി മാറുകയും അപ്പുറത്താണ് ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അതെന്തോ വെറുക്കപ്പെടേണ്ട പ്രസ്ഥാനമായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനല്ലേ. പക്ഷെ അത് കേട്ടതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ആ കണ്ണിൽ പൊടിയിട്ടോളൂ എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നിരിക്കുകയില്ല. കാരണം ഈ ഓരോ സംഘടനകളും ഈ നാട്ടിൽ ധാരാളം കാലമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരിക്കുന്നതിനെ ഇവിടെയുള്ള ആൾക്കാർ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയല്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ധാരണയുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ SDPIയെ നിങ്ങൾ എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചു കഴിഞ്ഞാലും SDPIയുടെ പേരന്റൽ ഓർഗനൈസേഷൻ ഏതാണ് എന്നും അതിന്റെ താല്പര്യം എന്താണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഇവിടെ കൃത്യമായിട്ട് അറിവുള്ളതാണ്. അതിന് സതീശൻ പറഞ്ഞു കൊടുത്തിട്ടോ MA ബേബി വിശദീകരിച്ചത് കൊണ്ടോ മുഖ്യമന്ത്രി ചോദ്യം കേൾക്കുന്ന സമയത്ത് ഭയന്നു പോയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇവർ ഇടപെടുന്ന സമയത്ത് മറ്റ് ഓപ്ഷൻസ് ഇല്ല എങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയത തിരഞ്ഞെടുക്കണോ, ന്യൂനപക്ഷ വർഗീയത തിരഞ്ഞെടുക്കണോ, അതിലേത് തിരഞ്ഞെടുക്കണം തുടങ്ങിയ പ്രയോറിറ്റിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ഇൻഹറന്റ് ന്യൂനത ജനാധിപത്യത്തിനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വർഗീയവാദികളോട് സംസാരിച്ചപ്പോൾ ഈ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്നുള്ള ചോദ്യം, PDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി മറ്റൊരു തരത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനകളുടെ ആശയങ്ങളെ അല്ല, ഇപ്പോൾ PDPയെ മാറ്റി നിർത്താം, PDPയെ LDF അംഗീകരിക്കുന്നുണ്ട്, അത് വർഗീയ സംഘടന അല്ല എന്ന നിലപാടാണ് ഇപ്പോൾ LDFിനുള്ളത്. എല്ലാ നേതാക്കളും അങ്ങനെ പറയുകയുള്ളൂ. പക്ഷേ ജയരാജൻ SDPയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ സംഘടനയുടെ കീഴിൽ അണിനിരക്കുന്ന ബഹുജനങ്ങളുടെ വോട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് എന്നാണ്, ആ സംഘടനയുടെ വോട്ട് അല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, SDPIക്ക് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൂടി നൽകുകയാണ്. SDPIയുടെ അവകാശവാദം ഞങ്ങൾ തീവ്ര നിലപാടുള്ളവരല്ല, അതുമാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നു എന്നാണല്ലോ. അവിടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, SDPIയിൽ മറ്റ് സമുദായത്തിലെ ആളുകളും ഇപ്പോൾ അംഗങ്ങളാണ്, അവരുടെ ഭാരവാഹിത്വത്തിലേക്ക് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ EP ജയരാജനെ പോലെയുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ SDPIക്ക് നൽകുന്ന ഒരു അംഗീകാരം കൂടിയായി മാറുകയല്ലേ അത്തരം പരാമർശങ്ങൾ. അതേസമയം പറയുകയും ചെയ്യുന്നു തീവ്രവാദ ആശയങ്ങൾ ഉള്ളവരാണ്, അവരുടെ നിലപാടുമായി ഞങ്ങൾ യോജിക്കുന്നില്ല എന്നും. ഇതെല്ലാം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടല്ലേ പറയുന്നത്. ഒരു വശത്തെ ബഹുജന സംഘടന ആണ്, അവരുടെ പിന്തുണ വേണം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ MA ബേബി പറഞ്ഞു പിന്തുണ വേണമെന്ന് പറയുന്നില്ല, പിന്തുണ കിട്ടിയാൽ വേണ്ട എന്ന് പറയില്ല. തടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാനതാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കാലമാണ്, വോട്ട് ആരുടേന്ന് കിട്ടിയാലും വാങ്ങും. ഇതിനകത്ത് ആശയത്തിനോ ആദർശത്തിനോ ഒന്നും ഒരു റെലവൻസുമില്ല. ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ കേരള രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനോടൊക്കെ അടുത്തു നിൽക്കുന്ന ഒരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നറേറ്റീവിന് നല്ല കറൻസിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ വളരെ പുരോഗമനമാണ് എന്നുള്ള മട്ടിലൊരു ചരിത്രം ഇല്ലെങ്കിൽ ഒരു തത്വസംഹിത ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത്, ഇത് പറയുമ്പോൾ 1987 അന്ന് EMS എടുത്ത വളരെ ബോൾഡായിട്ടൊരു നിലപാടെടുത്തു, ഘടകവിരുദ്ധമായിട്ട്.
ഞങ്ങൾക്ക് ഒരു വർഗീയ പാർട്ടിയുടെയും പിന്തുണ വേണ്ട, ഭൂരിപക്ഷ വർഗീയ പാർട്ടിയുടെയും വേണ്ട, ന്യൂനപക്ഷ വർഗീയ പാർട്ടികളുടെയും വേണ്ട, തനിച്ച് നിന്ന് ജയിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു നയം വിജയിച്ചൊരു തിരഞ്ഞെടുപ്പാണ് 87 വന്നത്. 39-40 വർഷമായി. അവിടെ നിന്നിപ്പോൾ എവിടെ എത്തി? എന്ത് സർക്കസ് ട്രപ്പീസ് കളിയാണ് പാർട്ടിക്കാർ നടത്തുന്നത്? അതുകൊണ്ട് തന്നെ ഇവർക്ക് ലക്ഷ്യം വോട്ട് തന്നെയാണ്, ജയിക്കുക. ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നടക്കില്ലല്ലോ. മുസ്ലിം കൺസോളിഡേഷൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് അപ്പുറത്ത് പോയതോടുകൂടി മുസ്ലിം ലീഗിൻ്റെ ഒരു 85% അങ്ങോട്ട് തീർത്തും പോയി കഴിഞ്ഞു. ബാക്കി വരുന്നൊരു 15% ഉള്ളൂ ഈ സ്പ്രിംഗ്ലിംഗ് ആയിട്ട് വരുന്നു, മൈനസ് സ്പ്രിംഗ്ലിംഗ് ആയിട്ട് വരുന്നുള്ളൂ. ഞാനിത് ആധികാരിക കണക്കായിട്ടല്ല പറയുന്നത്. മുഖ്യധാര മുസ്ലിം പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. അതിനകത്ത് അവർക്ക് ശേഖരിക്കാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഏറ്റവും പ്രധാനം മലപ്പുറം, ഇത്രയും മേഖലയിൽ 27 മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ കൂടുതൽ സ്ഥലത്ത് ഏറ്റവും വളരെ ഉജ്ജ്വലമായ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ കമ്മ്യൂണൽ കൺസോളിഡേഷൻ വരുന്നത് മുസ്ലിം ലീഗിലാണ്. ബാക്കിയൊക്കെ കിട്ടുന്നത് പോരട്ടെ, ചെറിയ മാർജിനിൽ കഴിഞ്ഞ തവണ 38 വോട്ടിന് തോറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഈ പറയുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം വോട്ടുകൾ സമാഹരിക്കുക, അത് അഗ്രിഗേറ്റ് ചെയ്യുക, ചെറിയ ഭൂരിപക്ഷത്തിൽ ആണെങ്കിൽ പോലും വിജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കുക. അതാണ് റിലേറ്റീവാണ്. ഇതിൻ്റെ പിറകിൽ നമ്മൾ പ്രത്യേകിച്ചൊരു മാനിഫെസ്റ്റോയോ ഒരു ഐഡിയോളജി ഒന്നും കൊണ്ട് ചാർത്തണ്ട. എൻ്റെ തികഞ്ഞ അവസരവാദിത്വമാണ്. ശരി, ഇപ്പോൾ ശ്രീ മുർഷിദ് ഷമീം, അദ്ദേഹം SDPI നേതാവാണ്. ശ്രീ മുർഷിദ് ഷമീം, ഇപ്പോൾ UDF ആകട്ടെ LDF ആകട്ടെ രണ്ടുപേരും SDPIയെ ഒരു വർഗീയ സംഘടന എന്ന രീതിയിലാണ് കാണുന്നത്. തീവ്രവാദ ആശയങ്ങൾ ഉള്ളവരെന്നും അവർ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? ശ്രീ മുർഷിദ് ഷമീം. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കണമെന്ന് അതിന് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളും അതിന്റെ ശക്തിക്കൊക്കെ അനുസരിച്ചിരിക്കും. ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ LDFന്റെയോ UDFന്റെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ലല്ലോ SDPI മത്സരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇലക്ഷൻ സമയത്ത്, പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ സമയത്ത് ചർച്ചകൾ നടക്കേണ്ടത് ഇവിടുത്തെ നിലവിൽ ഭരിച്ചിട്ടുള്ള ഗവൺമെന്റ് അവർ നടപ്പിലാക്കിയ കാര്യങ്ങൾ, അതിൽ കുറവുകളുണ്ടോ, വികസന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിനു പകരം ഇലക്ഷൻ സമയത്ത് നെഗറ്റീവ് ചർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണോ ഇലക്ഷനെ നേരിടേണ്ടത്? എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും LDF ആയാലും UDF ആയാലും ചർച്ചകൾ നടക്കേണ്ടത് SDPIയുടെ വോട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ SDPI ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല, ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇത് ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം അവരുടെ കുറവുകൾ പുറത്തു വരാതിരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും, ഭരണപക്ഷം അവരുടെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും കാട്ടുന്ന ഒരു ഗിമ്മിക്കാണ് ഇത്. SDPI കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് UDFനാണ് എന്ന രീതിയിലൊരു തീരുമാനം എടുത്തതല്ലായിരുന്നോ? ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇപ്പൊ നിയമസഭാ ഇലക്ഷന്റെ സാഹചര്യമാണ്. നമ്മള് SDPI മത്സരിക്കാത്ത സീറ്റുകളിൽ കൃത്യമായി ഒരു നിലപാടെടുക്കും. ഇനിയും ഇലക്ഷന് സമയമുണ്ടല്ലോ. പക്ഷെ സതീശൻ നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ശ്രീ മഞ്ജുഷ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ മുൻനിര ചാനലിലെ ഒരു ആങ്കറാണ്. 4 ദിവസത്തോളമായിട്ട് ഇവിടെ ചർച്ച നടക്കുകയാണ് SDPI വോട്ട് എന്നുള്ളത്. ഇന്നാണ് VD സതീശൻ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. ഈ 4 ദിവസം അദ്ദേഹം കൃത്യമായിട്ട് RSSുമായിട്ടും BJPയുമായിട്ടും ചർച്ച നടത്തുമായിരുന്നു, ഡീല് ഉറപ്പിക്കുകയായിരുന്നു. അത് ഉറപ്പിച്ചതിന് ശേഷമാണ് VD സതീശൻ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. VD സതീശൻ RSSുമായിട്ടും BJPയുമായിട്ടും ഡീൽ ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാത്രം ഒരു നറേറ്റീവാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്ത് തെളിവാണ് ഇതിലുള്ളത്? വേദികളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നത് ഫോട്ടോ ഇവിടെ ഓൺലൈൻ ലഭ്യമാണല്ലോ. അല്ല, പിന്നെ SDPIയുടെ പിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുൻ നിലപാടും അത് തന്നെയാണ്. SDPI ഒരു വർഗീയ സംഘടനയാണ്, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇവിടെ കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് VD സതീശൻ. മുൻപ് നിങ്ങൾ പിന്തുണ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തപ്പോഴും സതീശൻ നോ പറഞ്ഞതാണ്.
ഇവിടെ ഇപ്പോൾ LDF പക്ഷേ പറയുന്നില്ല. നിങ്ങളുടെ പിന്തുണ ഇത്തവണ LDFനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ആ ഡീൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾ തിരിച്ച് സതീശൻ എന്തോ RSS ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അത് LDFന്റെ നറേഷനാണ്. അത് LDFന്റെ നറേഷനാണ്. LDF നറേഷൻ അല്ല SDPI ഉയർത്തിപ്പിടിക്കുന്നത്. SDPIയുടെ നിലപാടുകളാണ് പറയാ. കൃത്യമായി VD സതീശൻ RSSുമായിട്ടും BJPയുമായിട്ടും ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞിരുന്നത്. ഇന്ന് VD സതീശൻ എന്താ പറഞ്ഞത്? മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI വോട്ട് വേണ്ട. ഇത് RSSനോട് ഡീൽ നടത്തിയിട്ടല്ലാതെ RSSന് അല്ലെങ്കിൽ BJP മഞ്ചേശ്വരം സീറ്റ് വിജയം ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം SDPയുടെ വോട്ടില്ലാതെ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആർജവം കാട്ടി. അതാണ് അവിടെ ഡീൽ ആരോപണം എന്തിനു കൊണ്ടുവരുന്നു? അല്ല നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങളവിടെ BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി UDFനെ സഹായിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. പക്ഷെ സതീശൻ പറയുന്നു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വോട്ട്, അല്ലാതെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ്. സതീശന്റെ ഇരട്ടത്താപ്പാണത് നമ്മൾ മനസ്സിലാക്കണം. BJPയുമായിട്ട് രണ്ടാം സ്ഥാനത്ത് BJPയാണ്. BJP സുരേന്ദ്രൻ മത്സരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ SDPI മത്സരിച്ചാൽ BJP ജയിക്കും എന്നൊരു നറേഷൻ ഇവിടെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവസാനം പറയുന്നു ഞങ്ങൾക്ക് SDPയുടെ വോട്ട് വേണ്ട. ഇത് BJPയുമായി ചർച്ച ചെയ്ത് മഞ്ചേശ്വരം സീറ്റ് BJPക്ക് ജയിക്കാനുള്ള അവസരം അങ്ങനെയാണെങ്കിൽ മുർഷിദ് അവിടെ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അപ്പോൾ BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടാണോ? കാരണം അവിടെ വോട്ടുകൾ ഭിന്നിക്കുമല്ലോ. അപ്പോൾ UDF തോൽക്കാനിട വരും, സുരേന്ദ്രൻ ജയിക്കുവാനുള്ള സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അല്ലെ SDPI എന്തിനു വേണ്ടിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ ആദ്യം നിർത്തിയത്? SDPI നിർത്തിയത് പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗം, SDPI മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്. SDPIയെ സംബന്ധിച്ചിടത്തോളം BJP മത്സരിക്കുന്ന സീറ്റുകൾ ഇങ്ങനെ നോക്കി മത്സരിക്കാതിരുന്നാൽ ഇന്ത്യ രാജ്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിശോധിച്ച് നോക്കൂ. BJP ഇവിടെ 14 സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ BJP വരുന്ന മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ ഇപ്പൊ 2021 നിയമസഭാ ഇലക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 9 മണ്ഡലങ്ങളില് BJP 2ാം സ്ഥാനത്താ. 2024 ലോക്സഭാ ഇലക്ഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ്. 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ പരിശോധിച്ചാൽ 2 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താ. ഇങ്ങനെ BJP വരുന്ന മണ്ഡലങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എവിടെയാണ് പിന്നെ SDPI മത്സരിക്കുക? SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI അധികാരത്തിൽ പങ്കാളിത്തമാണ്. ഞങ്ങൾ മത്സരിച്ച് ജയിക്കണം എന്നുള്ള പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിൻവലിച്ചത് ഞങ്ങളെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പിൻവലിക്കണം. അപ്പോൾ അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ഇല്ല. അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. അവിടെ അപ്പോൾ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. കൃത്യമായിട്ട് പോസിറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും വഴിമാറിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് SDPI ഉയർത്തിപ്പൊളിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും മാറേണ്ടി വരും. BJPയെ മത്സരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിലേക്ക്, അതാണ് SDPIയുടെ ആശയം. അതിലേക്ക് ഞങ്ങൾ വന്നു. പക്ഷെ ഇപ്പോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി മഞ്ചേശ്വരം സീറ്റ് വെച്ച് 4 ദിവസമായിട്ട് ചാനലുകളിൽ ചർച്ച നടക്കുക. എന്നിട്ട് അവസാനം VD സതീശൻ പറയുന്നു മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഞങ്ങൾക്ക് വേണ്ട. ലീഗിന്, മുസ്ലിം ലീഗിനും അതിന്റെ നേതാക്കന്മാർക്കും AK അഷ്റഫ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കും ഇതാണോ നിലപാട്? മുസ്ലിം ലീഗ് കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കണം. ശ്രീജിത് പണിക്കർ, SDPIയുടെ ഈ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? VD സതീശൻ RSSുമായിട്ട് ഡീൽ ഉണ്ടാക്കി എന്നൊക്കെയാണ് SDPIയുടെ നിലപാട്. അതേസമയം മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ അവർ തയ്യാറാവുന്നുമില്ല. നോക്കൂ, ശ്രീ VD സതീശൻ RSSനോട് ഡീൽ ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ കേവലമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ലാത്ത വെറുമൊരു ഊഹാപോഹം മാത്രമാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കി എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ SDPIയുടെ അതേപോലെയുള്ള ഒരു പത്രക്കുറിപ്പോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ലളിതമായിട്ടുള്ള ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ പോസിറ്റീവ് പൊളിറ്റിക്സ്, നെഗറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള അഡ്ജക്റ്റീവ്സിനെ ഒക്കെ തന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നതിന് സാധാരണ ഒരു വോട്ടർക്ക് മനസ്സിലാകുന്ന രീതിയിലത്തേക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാൻ കഴിയുമോ? എൻ്റെ വളരെ നിസ്സാരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 തവണയും അവിടെ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് നിസ്സാര വോട്ടുകൾക്കാണ് BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നോമിനേഷൻ പേപ്പർ പിൻവലിക്കുന്ന തീയതിയിലല്ലല്ലോ SDPI മനസ്സിലാക്കിയത്. ഇത് കൊടുക്കുമ്പോഴും അറിയാമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJP വരാതിരിക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിവുണ്ടാകുമായിരുന്നു.
നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോസിറ്റിവിറ്റി എന്താണ് എന്ന് തീരുമാനിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല ചെയ്തത്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളവിടെ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം അത് പിൻവലിക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്? ആ സമയം മാത്രമാണോ നിങ്ങൾ അറിയുന്നത്? സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് എങ്കിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ വക്താക്കളാണ് എന്നാണ് മനസ്സിലാവുക. അതല്ല എങ്കിൽ താങ്കൾ ഈ നെഗറ്റീവും പോസിറ്റീവും പോലുള്ള വാക്കുകളെ മാറ്റിവെച്ചതിന് ശേഷം എന്തുകൊണ്ട് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു, അവിടെ SDPI ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ അത് വളരെ വ്യക്തമാണ്, ആൾക്കാർക്ക് വളരെ വ്യക്തമാണ്. സതീശൻ നിങ്ങളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന ആർക്കാണ് ശരി, ഞങ്ങൾ എന്നാൽ LDFന് കൊടുക്കാവുന്ന മൂന്നാമത് സാധാരണ വരുന്ന ഒരു കക്ഷിക്ക് SDPIയുടെ വോട്ട് കൊടുത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ BJP അധികാരത്തിലേക്ക് വരരുത്, അവരൊരു സീറ്റ് ജയിക്കരുത് എന്നാണ് എങ്കിൽ നിങ്ങളെ അവിടെയുള്ള വയബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ, ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അഷ്റഫിന് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ? അപ്പോൾ അതാണോ പോസിറ്റീവ് പൊളിറ്റിക്സ്, അതോ അതാണോ നെഗറ്റീവ് പൊളിറ്റിക്സ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അത് പറയുന്ന സമയത്ത് തന്നെ താങ്കൾ പറയുന്ന ഒരു കാര്യം നോക്കൂ, VD സതീശൻ RSSുമായിട്ട് സെറ്റിൽമെന്റിന് പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള സെറ്റിൽമെന്റ് ഉള്ള പാർട്ടിയല്ലേ മുസ്ലിം ലീഗും VD സതീശനും അദ്ദേഹത്തിന്റെ കോൺഗ്രസും? അപ്പോൾ RSSനോട് ഡീലിന് പോകുന്ന VD സതീശന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന മുസ്ലിം ലീഗിന് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ വരിക? അതിനെ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമോ, നെഗറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമോ, ന്യൂട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുമോ, എന്ത് പറയും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ വെക്കുന്ന സമയത്തും സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സമയത്തും ഓരോ മണ്ഡലങ്ങളിൽ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കും, തീവ്രവാദം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് CPMന്റെ ഏറ്റവും മുകളിലുള്ള അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പോസിറ്റിവിറ്റി ഇവരാരും കാണുന്നില്ല. അവർ പറയുന്ന ഒരൊറ്റ കാര്യം, തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന സമയത്ത് SDPIക്കാരനോ PDPക്കാരനോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ പോയി വോട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാനായിട്ടുള്ള ഒരു ഉപാധിയില്ല എന്നത് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് അവർ സ്വീകരിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ആശയങ്ങളെ ഒരു തരത്തിലും അവർ ഉൾക്കൊള്ളുന്നില്ല വോട്ട് വേണ്ട എന്ന് പറയുന്ന VD സതീശനെ RSSുമായിട്ട് സന്ധി ഉണ്ടാക്കിയാണെന്ന് പറയുന്നു. അതേസമയം MA ബേബിയും പറയുന്നത് ഇത് തന്നെയാണ്, വർഗീയ സംഘടനയാണ് SDPI എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. മുർഷിദ് ഷമീം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ മഞ്ചേശ്വരത്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ വേങ്ങരയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, പിന്നീട് ഒരു മങ്കടയിൽ നിർത്തുന്നില്ല, മഞ്ചേരിയിൽ നിർത്തുന്നില്ല, ഇല്ല അങ്ങനെയൊക്കെയാണല്ലോ. അവിടെയൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യവും അറിയാം. ശരിക്കും പറഞ്ഞാൽ LDFുമായിട്ടാണ് നിങ്ങൾക്ക് ഡീലുള്ളത്. LDFനെ സഹായിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം. കാരണം നേരത്തെ പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടും UDF ആ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ LDFനൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷേ ഈ മഞ്ചേശ്വരത്തെ കാര്യത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് മറ്റൊന്നാണ് എന്നതേ ഉള്ളൂ. അവിടെ BJPയെ തോൽപ്പിക്കാനായിട്ട് വോട്ടുകൾ UDFന് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് UDFനെ കുറ്റം പറയുകയും ചെയ്യും. ശരി, മുർഷിദ് ഷമീം. ശ്രീ മഞ്ജുഷ്, ഞങ്ങള് SDPI രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല. ഇവിടെ SDPIയുടെ നേതൃത്വം ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് LDFുമായിട്ട് ഡീലുണ്ട്, അല്ലെങ്കിൽ LDF പറഞ്ഞോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹൈപ്പോതെറ്റിക്കലി UDF തീരുമാനിക്കുകയാണ് ഇത് SDPI വോട്ട് UDFന് കിട്ടാൻ സാധ്യതയില്ല മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഞാൻ പറയുന്നു, ഒരു ഇലക്ഷൻ സമയത്ത് ഈ ചർച്ചയാണോ നടക്കേണ്ടത്? SDPI വോട്ട് അനുസരിച്ചിട്ടുള്ള ചർച്ചയാണോ നടക്കേണ്ടത്? അതുപോലെ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SDPI ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് പറയുന്നത്? ഞങ്ങൾ ഏത് ആശയത്തിലാണ് വർഗീയതയുള്ളത്? ഞങ്ങള് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എങ്ങനെ, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു വർഗീയ പാർട്ടിയാണെന്ന് പറയാം? മഞ്ചേശ്വരത്തെ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഇനിയും പോസിറ്റീവ് പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് വരും. ഈ BJPയെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ LDFനെ തോൽപ്പിക്കാൻ UDFന് വോട്ട് ചെയ്യുക, UDFനെ തോൽപ്പിക്കാൻ LDFന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുക എന്നതിനപ്പുറം കൃത്യമായിട്ട് SDPI ജയിച്ചു വരണം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ്. കൃത്യമായിട്ട് നേരത്തെ പാനലിസ്റ്റ് സൂചിപ്പിച്ച ഇതാണ് ഞങ്ങളുടെ പോസിറ്റീവ് പൊളിറ്റിക്സ്. പക്ഷെ പോസിറ്റീവ് പൊളിറ്റിക്സ് തന്നെ ഞങ്ങൾ മത്സരിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷെ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ മത്സരിക്കരുത്,
ഞങ്ങൾ ശക്തമായി, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം, ഘടനയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. നിങ്ങളൊരു മാധ്യമ പ്രവർത്തനല്ലേ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. അവിടെ ഞങ്ങൾക്ക് വാർഡ് മെമ്പർമാരുണ്ട്, കൃത്യമായ ഘടനയുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ അതിനൊരു വില കൊടുത്തു എന്നുള്ളതാണ്. പോസിറ്റീവ് പൊളിറ്റിക്സ് തന്നെയാണ് ഞങ്ങൾ. ശരി ശരി ഡോക്ടർ ജി ഗോപകുമാർ, SDPI പോസിറ്റീവ് പൊളിറ്റിക്സ് പറയുമ്പോൾ അതിന് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് SDPI വർഗീയ സംഘടനയാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അതുകൊണ്ട് SDPI പറയരുത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് ഒരിക്കലും പറയരുത്. അല്ല പിന്നെ അത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അങ്ങനെ പറയാൻ പാടില്ല. 2009 മുതൽ കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മറ്റൊരു സംഘടനയായിട്ട് വെച്ച് കെട്ടുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് SDPI വഴി ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ദേശീയ അന്വേഷണ ഏജൻസികളാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ എന്നാണ് കണ്ടെത്തിയത്. അല്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. PFIയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതിന് അത് കാരണമായിട്ടാണ് എന്നും അവരെ പുറത്തുവിടണം എന്നും പറഞ്ഞിരിക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? PFIയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അകാരണമായിട്ടാണ് എന്നും അത് ജനാധിപത്യ ധ്വംസനമാണ് എന്നും അതുകൊണ്ട് അവരെ പുറത്തുവിടണമെന്നും പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ എത്ര ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുണ്ട്? SDPI അല്ലാതെ മറ്റു കുറെ എണ്ണത്തിന്റെ പേര് പറയാമോ? ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചതിന് ആരൊക്കെ പ്രതികരിച്ചു എന്ന് പോയി കണക്കെടുക്കലല്ലോ SDPIയുടെ. അല്ല, നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആർക്കും വേണ്ട. പാർട്ടി ഓഫ് ഇന്ത്യ SDPI എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ BJP വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അവരും ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജനപ്രാതിനിധ്യ നിയമമൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ നിങ്ങൾ? പക്ഷേ പറയുന്നത് BJP വർഗീയ പാർട്ടിയാണെന്നല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് തന്നെ പറഞ്ഞുകൂടെ? ഒരു ഉന്മൂലനത്തിൽ വിശ്വസിക്കുന്ന RSSന്റെ ശരി, പൊളിറ്റിക്സ് SDPI എടുക്കുമ്പോൾ അവരെ വർഗീയ സംഘടനകളായി തന്നെയാണ് ഇപ്പോഴും LDFും UDFും കാണുന്നത്. പക്ഷെ അവിടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല LDF എന്നതേ അല്ലേ ഉള്ളൂ, അതല്ലേ ഉള്ളൂ. അതിന് അപ്പുറം SDPIയുടെ പ്രാധാന്യത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇവിടെ ഇല്ലല്ലോ. അത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു കാര്യം വളരെ ന്യായമുള്ളതുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിന് ഇത്ര അടുത്ത് നിൽക്കുന്ന സമയത്ത് പ്രചരണ വിഷയമായി വരേണ്ട കാര്യങ്ങളിൽ ഒന്ന് അർഹതയില്ലാത്ത ഈ വിഷയം എടുത്ത് എന്തിനെന്ന് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. നമുക്ക് തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യാം, വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം, ആരോഗ്യരംഗത്തുള്ള അധപതനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതാണ് ഈ സമയത്ത് വേണ്ട ചർച്ച, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു നോൺ ഇഷ്യൂവിനെ ഇത്രയും ഇഷ്യൂ ആക്കിയത് മാധ്യമങ്ങളാണെന്നും അത് 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിനോട് ഞാൻ യോജിക്കുകയാണ്. ബാക്കി കാര്യങ്ങളോട് യോജിപ്പില്ല. ഓക്കെ, മറ്റു പാർട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, മറ്റു പാർട്ടികളുടെ കാര്യമാണ് മഞ്ജുഷ ചോദിച്ചത്. അതിനകത്ത് വ്യക്തമല്ലേ, ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് അതിൻ്റെ ജീവവായുവായി നിൽക്കുന്നത് വർഗീയത തന്നെയാണ്, ആദർശമൊന്നുമല്ല. ജീവവായുവായിട്ട് നിൽക്കുന്നത് വർഗീയതയാണ്. അത് പ്രാദേശിക പാർട്ടികളായാലും വർഗീയ പാർട്ടികളായാലും ഉപപ്രാദേശിക പാർട്ടികളായാലും ഇവരുടെയൊക്കെ വോട്ടുകൾ ഏത് നിലയിൽ പിടിച്ചാൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താൽ ആ ഇലക്ഷൻ വിജയിക്കാം എന്നുള്ളതാണ് ഈ രണ്ട് മുന്നണികളും ശ്രമിക്കുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. ആ പൊളിറ്റിക്സാണ് കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നീണ്ട കാലം നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ അവർ വെട്ടിലായിരിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യധാര പാർട്ടികൾ വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം വന്നത് മറുവശത്ത് BJPയുടെ ദേശീയ തലത്തിലുള്ള വളർച്ച നമ്മൾ ശ്രദ്ധിക്കുന്നു. സംസ്ഥാന തലത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിൽ. ആ വളർച്ച ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഈ നിലപാടെടുക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം, എല്ലാ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും ഭയക്കുന്നത് ഇത് കാരണം കാസ്റ്റ് പൊളിറ്റിക്സിന് പകരം റിലീജിയസ് പൊളിറ്റിക്സ് വരുമോ, അങ്ങനെ മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ മാറി ചിതറിപ്പോകുമോ? ഈ സംശയം തീർച്ചയായിട്ടും രണ്ട് മുന്നണികൾക്കുമുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനുമുണ്ട്. അതാണ് ബേബി പറഞ്ഞ ആ ഒരു രണ്ട് രീതിയിലും പറഞ്ഞല്ലോ, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് ഒരു വശത്ത് പറയുകയും ചെയ്യുന്നു, അതോടൊപ്പം തീവ്രവാദത്തെക്കുറിച്ച് ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞു നിർത്തി. RSS ആണ് വർഗീയ സംഘടന എന്നുള്ള കാര്യം അതിൽ ഊന്നി നിൽക്കണം. അതേസമയം ന്യൂനപക്ഷ വർഗീയതയാണ് ജമാഅത്തെ ഇസ്ലാമി കാട്ടുന്നത് എന്നുള്ള കാര്യം പറയുകയും വേണം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, പക്ഷേ SDPI അല്ല. SDPI തീവ്രവാദ സംഘടന എന്ന് പറയുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട്. പക്ഷേ വോട്ടിന്റെ കാര്യത്തിലാണ് നോ പറയാം. അതല്ലേ പറഞ്ഞത്, ഇത് അടിസ്ഥാനപരമായിട്ട്
മുഖ്യധാരാ പാർട്ടികൾ പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും ആകട്ടെ അവസരവാദിത്വപരമായൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തത്വാധിഷ്ഠമായ ഒരു നിലപാടുമില്ല. ഇലക്ഷന് ജയിക്കണം, അതിന് ആര് വോട്ട് തന്നാലും ഞങ്ങൾ വേണ്ട എന്ന് പറയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സതീശന്റെ വാക്കുകൾ ഒറ്റപ്പെട്ട വാക്കുകൾ മാത്രമല്ലേ, UDF-ലെ മറ്റു നേതാക്കൾ ഇതിനെ അവരാരും ഏറ്റെടുക്കില്ല. സതീശനെടുക്കുന്ന നിലപാടിനോട് അവരാരും ഏറ്റെടുക്കില്ല. കാരണം സൂക്ഷ്മതലത്തിൽ മൈക്രോ ലെവലിൽ ഓരോ മണ്ഡലത്തിലും വിജയിക്കണമെങ്കിൽ ഈ വോട്ടുകൾ മാറുന്നതും കണക്കുകളും, ആ കണക്കുകളുടെ സാഹചര്യത്തിൽ വോട്ട് വേണ്ട എന്ന് ആര് പറയും? തീർച്ചയായിട്ടും വോട്ട് വേണം. അപ്പോൾ ഏത് ഗ്രൂപ്പിനെ ഒഫൻഡ് ചെയ്താൽ അതിന് കൂടുതൽ പ്രശ്നമുണ്ടാകും. രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരം ഫീലിങ്സിന് വലിയൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ ചർച്ച വീണ്ടും 4-ാം ദിവസം എടുത്തത്. അപ്പോൾ ആ പൊളിറ്റിക്സ് അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമെന്നും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ബാലൻസിങ് ആക്ടിന് വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു മെയ്വഴക്കമാണ് കാണിക്കുന്നത്. ഈ മെയ്വഴക്കം അവസരവാദിത്വമാണെന്നുള്ളതിന് തർക്കമില്ല എന്നാണ് എൻ്റെ നിലപാട്. ശരി, ശ്രീത് പണിക്കർ, ഈ മഞ്ചേശ്വരത്തെ കാര്യത്തിൽ SDPI എടുത്ത നിലപാട് UDF-നെ സഹായിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അതിപ്പോൾ ഏത് തരത്തിലും വ്യാഖ്യാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ, വിത്ത് നോ ഡിസ്റെസ്പെക്ട് ടു എനിബഡി, അവിടുത്തെ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പൊതുവെ മറ്റുള്ള ആൾക്കാരുടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുള്ള ഒരു അഭിപ്രായം ആർക്കുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നേരത്തെ SDPIയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ BJP ഏറ്റവും കൂടുതൽ ശക്തി പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. അവിടെ തന്നെ ശ്രീ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് ഒരു തവണ ഏതാണ്ട് 600 ചില്ലുവാനും വോട്ടിനും ഒരു തവണ ഏതാണ്ട് 89 വോട്ടിനുമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ ഒരു സമയത്ത് ആൾക്കാർ തിരിച്ചറിഞ്ഞത് BJPക്ക് ഒരുപക്ഷെ ജയിക്കാനാകുന്ന സീറ്റാണിത് എന്നതാണ്. അത് നമുക്കറിയാമല്ലോ, അതുമായി ബന്ധപ്പെട്ട കള്ളവോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ തന്നെ ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് അവിടെ ജയിച്ചിരുന്ന ആൾ മരണപ്പെട്ടപ്പോൾ ആ കേസ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിൻ്റെ സാഹചര്യം കൂടി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ SDPIക്ക് വോട്ടുണ്ട് എങ്കിൽ SDPI ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, BJP അധികാരത്തിലേക്ക് വരുന്നതിനെ തടയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് BJP പരാജയപ്പെടണമെങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ശക്തനാരാണ്? ആ ശക്തൻ എന്ന് പറയുന്നത് അവിടെ IUML അല്ലാതെ മറ്റാരാ? മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ശ്രീ VD സതീശൻ RSS ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം RSSുമായിട്ട് വോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് ധാരണയുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ പിന്നെ അതിൽ നല്ലത് അവർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നതാണ് അല്ലേ? LDFന് വോട്ട് കൊടുക്കുന്നതും ഇവർ ഒരുപക്ഷെ വീട്ടിൽ ഇരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവരവിടെ പോകുന്നത് എന്തിനാണ്? അവരുദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJP വരാതിരിക്കാൻ വോട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ശക്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഷ്റഫ് അല്ലേ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിനെ മാത്രമല്ലേ ജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് ഇവർ ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ പറയുകയാണ്. ഞാൻ പറഞ്ഞൊരു ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത്തരം വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ ശ്രീ MA ബേബിയുടെ അഭിമുഖം, അത് മഞ്ജുഷ് അത് ന്യൂസ് 18 അത് എടുത്തതിന് ശേഷം മണിക്കൂറുകളായി. ഇത്രയും നേരമായതിനു ശേഷവും ഈ വർഗീയം എന്നുള്ള പ്രസ്താവന അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ള പ്രസ്താവന, SDPI നിങ്ങളുടെ രീതി മാറ്റണം എന്നൊക്കെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നതെന്ന് ഓർക്കണം. ഇത്രയും എല്ലാം പറഞ്ഞതിന് ശേഷവും ഇത്രയും നേരം മണിക്കൂറുകളായതിനു ശേഷവും SDPI ഒരു വാക്ക് അതിനെതിരെ പ്രതികരിച്ചോ? അങ്ങനെ ഞങ്ങളെ തിരുത്താൻ നിൽക്കേണ്ട. നേരത്തെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഈ PFIയുടെ നേതാക്കന്മാരെ വെറുതെ വിടണം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് പറയുന്നത് എന്നുള്ളതല്ല, ഞങ്ങളുടേതായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് MA ബേബി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ രീതി മാറ്റണം, നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ പിന്നെ വർഗീയതയുള്ള ആൾക്കാരാണ് എന്ന്. എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചോ? മണിക്കൂറുകൾ കഴിഞ്ഞല്ലോ. ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പ്രതികരിക്കുമോ? അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന, എൻ്റെ വാദമല്ല നിങ്ങളുടെ തന്നെ വാദമായിട്ടുള്ള RSSുമായി ഡീൽ ഉണ്ടാക്കാൻ പോകുന്ന സതീശന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ചില സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ തീവ്രവാദികളോ വർഗീയവാദികളോ പ്രവർത്തന ശൈലി മാറ്റേണ്ടവരോ ആണെന്ന് പറയുന്ന CPM-ന് വോട്ട് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. പിന്നെ എന്ത് ചോയ്സ്? ശ്രീ മുർഷിദ് ഷമീം, നിങ്ങളെ തീവ്രവാദികൾ എന്നാണ് അവരും വിളിക്കുന്നത്, എന്നിട്ട് LDFുമായിട്ട് നിങ്ങൾ ഡീൽ ഉണ്ടാക്കുകയാണ്. കേൾക്കുന്നില്ല? ഞങ്ങൾ LDFുമായിട്ട് ഒരു ഡീലും ഉണ്ടാക്കുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങൾ നിലപാടുമായിട്ട് പാർട്ടിയുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളൊരു ഡീലിനുമില്ല. ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരമാവധി വോട്ട് നേടുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. മറ്റു മണ്ഡലങ്ങളിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. ഞങ്ങൾ വിലയിരുത്തും ഓരോ പാർട്ടിയുടെയും നയനിലപാടുകൾ. അതിനനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പങ്കാളികളാവും. MA ബേബിയുടെ പ്രസ്താവനയെ തള്ളി പറയുമോ? ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്താവനക്ക് തള്ളി പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ അതാണ്, അത് തന്നെയാണ് കാര്യം. ഞാൻ പറയുന്നത്,
ഞാൻ വീണ്ടും ചോദിക്കണം. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു, ഒരു ഇലക്ഷന്റെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് ചർച്ചയാണ് നടന്നത്? MA ബേബിക്ക് നിങ്ങൾ മറുപടി പറയോ? VD സതീശന് മറുപടി പറയോ? അല്ല, പലവിധ ചർച്ചകൾ വരും. ശ്രീ VD സതീശന്റെ കാര്യം താങ്കൾ തന്നെയല്ലേ പറഞ്ഞേ? നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം താങ്കളല്ലേ പറഞ്ഞേ? VD സതീശന്റെ ഒരു പ്രതികരണത്തിന് നിങ്ങൾ ചോദിച്ച സമയത്ത് ഒരു മറുപടി പറയുന്നു. അതാണ് ഞാൻ. അതേപോലെ MA ബേബിയുടെ കാര്യത്തിൽ താങ്കൾ ഒരു മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. MA ബേബി ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതിന് ഞങ്ങളെ ദേശീയ നേതൃത്വം മറുപടി പറഞ്ഞോളും. ഞാനിവിടെ ചാനൽ. അപ്പൊ താങ്കൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായതുകൊണ്ടാണോ സതീശന് മറുപടി പറയുന്നത്? നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 4 ദിവസമായിട്ട് ചർച്ചകൾ നടക്കുകയാണല്ലോ. എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായിട്ട് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ് ഇടതുപക്ഷത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്, UDFന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിലെ വാക്കുകൾ വളച്ചെടുത്തുകൊണ്ട് ഇവിടെ കുറച്ച് സോഫ്റ്റ് ആണ്, ഇവിടെ കുറച്ച് ഹാർഡാണ് എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, നിങ്ങൾ ഈ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് അവകാശപ്പെടുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തീവ്രവാദ സംഘടനകളാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ MA ബേബിയെ തള്ളി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, അദ്ദേഹം ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീവ്രവാദ പാർട്ടി എന്ന് SDPI ആക്ഷേപിക്കുന്നത്? അല്ല, നമ്മളല്ലല്ലോ. ഞാൻ പറയുന്നത് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഈ ചർച്ചയിൽ ആരെ പ്രതിനിധീകരിക്കുന്നുവോ ആ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പറയുന്നതിനെ തള്ളി പറയാനായിട്ട് താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ചോദ്യം. ഒന്നുകൂടി ബേബി പറഞ്ഞ ഒന്നുകൂടി കേൾക്കാം. SDPയെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒന്നുകൂടി കേൾക്കാം. അല്ല, മുർഷിദ് ഷമീം ഒന്നുകൂടി കേൾക്കാം ബേബി പറഞ്ഞ കാര്യം. അങ്ങനെ അവർ സ്വതന്ത്രമായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രയോജനം അവിടെ ചില പാർട്ടികൾക്കോ മുന്നണികൾക്കോ കിട്ടിയെന്നും വരും. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രശ്നം വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുക. വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ ഒരു ഘടക പാർട്ടിയെ പോലെയാണ് എന്ന് VD സതീശൻ പറയുക. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം ഒരിക്കലും ഉയർത്തിയിട്ടില്ല എന്ന തെറ്റായ പ്രചരണം നടത്തുക. യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി RSS ഹിന്ദുരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായാൽ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന മൗദൂദിയുടെ കാഴ്ചപ്പാട് ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്ന കൂട്ടർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം RSS ഉയർത്തുന്ന ഭീഷണി അതിന് തുല്യമാണ് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്നത് എന്ന് അനുവാദരഹിതമായി ഞങ്ങൾ പറയില്ല. ഇവരെ എത്ര മതരാഷ്ട്രവാദം ഉന്നയിച്ചാലും അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്, അത് ഭർഷിക്കപ്പെടേണ്ടതാണ്. അതേസമയം ഇതിനെ സമീകരിക്കുക, RSS ചെയ്യുന്നു അതുപോലെ തന്നെ അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്ന് പറയുന്നത് ഒരു അനുവാദരഹിതമായ കുറ്റാരോപണമാണ്. അവരെ വിമർശിക്കേണ്ടതാണ്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരു നാണയത്തിന് 2 വശം അങ്ങനെ ചിത്രീകരിക്കുന്നില്ലേ? അവരുടെ വാദഗതികൾ ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വലിയ ആഘാതം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും RSS ഉണ്ടാക്കുന്നത് പോലെയുള്ള ആഘാതം ഉണ്ടാക്കാൻ ഇവർക്ക് ശേഷിയില്ല. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചില മണ്ഡലങ്ങളിലെങ്കിലും LDFന് കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുന്നില്ല LDF. അല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ സമീപനം മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ വിമർശിക്കും, തുറന്നു കാട്ടും. അത് അനുവാദരഹിതമായി ചെയ്യില്ല. RSS ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീഷണി എന്ന് പറയുന്ന RSS ആണ്. ആ RSSനെ നേരിടാനെന്ന വിധം വെൽഫെയർ പാർട്ടി ഉണ്ടാവുമ്പോൾ വെൽഫെയർ പാർട്ടി ഫലത്തിൽ RSSനും നിലനിൽക്കാനും പ്രവർത്തിക്കാനും അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നു. ആ അർത്ഥത്തിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ വിമർശിക്കുന്നു. വെൽഫെയർ പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ധാരണയുണ്ടാക്കാനും CPIMും LDFും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷം വെൽഫെയർ പാർട്ടി ഏതെങ്കിലും മണ്ഡലത്തിൽ അവരവരുടേതായ കാരണങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പിടിച്ച് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന വെൽഫെയർ പാർട്ടിയുടെ ആളുകളെ അവർ നിൽക്കുന്ന ക്യൂവിൽ പോയി നിന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും CPIMനും LDFനും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു പ്രവർത്തന ശൈലി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അത് വളരെ വിചിത്രമല്ലേ? SDPയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? ഇതേ സമീപനം തന്നെയാണോ? SDPIയോട് അവരുടെ ഇന്നത്തെ തീവ്രവാദപരമായ അക്രമാസക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സമീപനത്തിലേക്ക് അവർ മാറണം എന്ന അഭ്യർത്ഥന ഞങ്ങൾ നടത്തുന്നു. SDPI ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ഫലത്തിൽ RSSന്റെ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. SDPIയുമായി ഇത്തരം കാരണങ്ങളാൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് എന്തെങ്കിലും ഒരു ധാരണ വരുത്തുന്നതിന് കഴിയില്ല, അതിന് യാതൊരു സാധ്യതയുമില്ല. പക്ഷേ SDPI പിന്തുണ നൽകിയാൽ സ്വീകരിക്കും. അല്ല, അത് സ്വീകരിക്കുക എന്നുള്ള പ്രശ്നമില്ലല്ലോ.
SDP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് റദ്ദാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആവശ്യപ്പെടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. SDP പിന്തുണ എന്ന് പറഞ്ഞാൽ വെൽപ്പിൻ പറഞ്ഞു കഴിഞ്ഞു. LDF ആണ് സംഘപരിവാറിനെ നേരിടാൻ കേരളത്തിൽ ശരിയായ ചോയ്സ് എന്നുള്ളതാണ് SDP നിലപാട്. അപ്പോൾ SDP എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അവർ സ്വാഭാവിക ഒരു ഉപാധികളും ഇല്ലാതെ തരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? എങ്ങനെയാണ്? അല്ല, അത് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ല എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. SDP ശരി മുർഷിദ്, ഇതാണ് MA ബേബിയുടെ നിലപാട്. അദ്ദേഹം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾ തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്നവരാണ്, അക്രമാസക്തരാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തള്ളിപ്പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. കേൾക്കാം. മഞ്ജോഷ്, ഭൂരിഭാഗം സമയം അദ്ദേഹം വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങളൊരു ചോദ്യത്തിന് മറുപടിയായി ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മറുപടി പറയുന്നു. അതാണ് ഞാനത് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, MA ബേബിയെ പോലുള്ള നേതാക്കൾ അറിയാതെ സംസാരിക്കുമോ? എനിക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ചാനലിലെ അഭിമുഖത്തിൽ എന്ത് പറയാ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വാദം ഉയർത്തുക എന്ന് ചോദിച്ചാൽ, എന്ത് അക്രമാസക്തമായ അല്ലെങ്കിൽ വർഗീയമായ തീവ്രവാദപരമായ എന്ത് ആശയമാണ് SDP-ക്കുള്ളത്? അല്ല, അത് MA ബേബിക്ക് ബോധ്യമില്ല. അതാണ് നമ്മുടെ അഭിപ്രായം. വിട്ടേക്കൂ താങ്കൾ. നിങ്ങൾ തിരുത്തുമോ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ നിങ്ങൾ തിരുത്തിക്കോളൂ, തിരുത്താൻ തയ്യാറാ. പക്ഷെ MA ബേബിയെ തള്ളി പറയുമെന്നാണ്. ഞാൻ ഇതേ അഭിപ്രായം ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ എന്നെ തള്ളി പറയുമായിരുന്നു. താങ്കൾ എന്തുകൊണ്ട് MA ബേബിയെ തള്ളി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. തീവ്രവാദികൾ എന്ന് വിളിച്ചേ, അക്രമാസക്തർ എന്ന് പറയുവാണെങ്കിൽ പെർസ്പെക്റ്റീവ് ആണെന്ന് പറയാം. എന്താ തീവ്രവാദം നമുക്ക് അറിഞ്ഞൂടെ? ശ്രീ MA ബേബി പറഞ്ഞ SDP അക്രമാസക്തമാണെന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. തീവ്രവാദികൾ ഇത്രയല്ലേ ഉള്ളൂ. തീവ്രവാദികൾ എന്ന് പറഞ്ഞതിന് യോജിക്കാതിരുന്നാൽ മതിയോ? അത് അപലപനീയമാണെന്ന് പറയണോ? തീവ്രവാദികൾ എന്ന് വിളിച്ചാൽ നിങ്ങള് എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊണ്ട് താങ്കൾ MA ബേബിയെ ന്യായീകരിക്കാണ്. ഞാൻ ഒരിക്കലും താങ്കൾ CPM-ന്റെ വക്താവല്ലല്ലോ, SDP-യുടെ അല്ലേ? ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് പറയാനാണ് വന്നിരിക്കുന്നത്. അല്ല, MA ബേബി നിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ MA ബേബിയെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതാണ് LDF SDP ഡീൽ എന്ന് പറയുന്നത്. ഒരു ഡീലും അല്ലല്ല, അവിടെ MA ബേബി പറയുന്നുണ്ട് SDP-യുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ആ വോട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനൊന്നും പറ്റില്ലല്ലോ എന്നാണ്. ഒരു വാക്ക് ഇന്റർവ്യൂവിൽ എന്തെങ്കിലും പറഞ്ഞു എന്നതിനപ്പുറം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരട്ടെ. ഞാൻ പറയാം, നിങ്ങളോട് ചോദിക്കാണ്, എന്ത് അക്രമാസക്തമായ എന്ത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണ് SDP-ക്കുള്ളത്? നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു അജണ്ട തയ്യാറാക്കി അതിന്റെ പിന്നിൽ SDP-യെ കൂട്ടിക്കെട്ടുക എന്നതിലപ്പുറം ഞാൻ ചോദിക്കുന്നത്, SDP-യെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് SDP എന്നുള്ളത്? ഇത് SDP-യുടെ ആശയത്തിൽ എന്താണ് വർഗീയത, എന്താണ് തീവ്രവാദം? ഇവിടുത്തെ പൊതുസമൂഹം പഠിക്കണം. ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് വില പറയുന്ന രീതിയിൽ ആയിപ്പോയി MA ബേബിയുടെ ഈ പ്രതികരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് CPM പറയുമ്പോൾ ആ ചോദ്യവും CPM-ന് നേരെ ഉയർന്നു വരും. SDP വോട്ട് വേണ്ടെന്ന് പറയാൻ LDF തയ്യാറാകണോ? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. വേണമെന്ന് 63% പ്രേക്ഷകർ, വേണ്ട എന്ന് 33%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.